നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമോ, നല്ല നെയ്മീൻ മുട്ട, നല്ല നെയ്മീൻ മുട്ട ഫ്രൈ ചെയ്തത്. ഓക്കെ, ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ നെയ്മീൻ മുട്ട ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്മീൻ മുട്ട. ഏത് മീനിൻ്റെ മുട്ടയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മീൻ മുട്ട അല്ലെങ്കിൽ പരിഞ്ഞീരോ പല രീതിയിലൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന നെയ്മീൻ മുട്ടയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കാം. ഇത് ആദ്യം ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻമുട്ട എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു കിലോ മീൻമുട്ടയുണ്ട് കേട്ടോ. അപ്പം നെയ്മീൻ അത് നെയ്മീൻ്റെ മീൻ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് കിട്ടിയത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പം അതിങ്ങനെ എടുത്ത് വെച്ചു, കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് സ്പെഷ്യൽ മീൻമുട്ട ഫ്രൈ ആണെന്ന് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ഇടാം, പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് അതിൻ്റെ മസാലകൾ പറയാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഇച്ചിരി പുളിവെള്ളത്തിലൊന്ന് കലക്കി വെക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടേക്കണേ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ട് വേണം. മീൻമുട്ട ലാസ്റ്റ് ഇട്ടാൽ മതി, അതിന് വലിയ വേവില്ലല്ലോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ എരിവളം നല്ല പച്ചവളമായതുകൊണ്ട് ഞാൻ ഒന്നെടുത്ത്, നിങ്ങൾക്ക് 2-3 ഒക്കെ എടുക്കാം. ഓക്കെ, ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ എന്നിട്ട് കറിവേപ്പില ഇട്ടു. ഇതൊന്ന് ആയിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സവാള ഇടാം. സവാള ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ഇട്ടേക്കാം, പച്ചമുളകും എല്ലാം കൂടെ. ഇത് നല്ലതുപോലെ ഒന്ന് വാടണം. മീൻമുട്ടയ്ക്ക് വലിയ വേവില്ല, അപ്പോൾ സവാള നല്ലതുപോലെ വാടണം. ഇഞ്ചിയും സവാളയും നമ്മുടെ പച്ചമുളകും നല്ലതുപോലെ നമ്മുടെ ഗോൾഡൻ കളറിൽ ഒന്ന് നിൽക്കട്ടെ. എന്നിട്ട് വേണം ആ മീൻമുട്ട ഇടാം. അല്ലെ, മസാല ആദ്യം ഇട്ടിട്ട് പിന്നെ മീൻമുട്ട. നല്ല ടേസ്റ്റാണ്. നമ്മളെന്നും ഒരു വെറൈറ്റി, എന്നും നമ്മൾ വെക്കുന്ന പോലെയല്ല ഇത് ഞാൻ വെക്കുന്നത്, ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. കാരണം ഞാൻ തോരനാണ് വെക്കുന്നത്, ഇങ്ങനെ മസാലകളൊന്നും ഇടാതെ. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ്. നല്ലതൊന്ന് വാടട്ടെ. ഐഡിയേഴ്സ്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ട്, ഒരു വിധം ഉണ്ട് നല്ലതുപോലെ ഗോൾഡൻ കളറായി ഉണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഈ പിന്നെ നമ്മുടെ പച്ചമുളക് മുട്ടൻ്റെ ഉള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മസാല തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഈ മസാല അങ്ങോട്ട് ഇടാം. തീ കുറച്ച് മസാല എല്ലാം ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. അതല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് ആവട്ടെ. എന്നിട്ട് നല്ല മൂത്ത് വരുന്നുണ്ട്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇത് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻമുട്ട വറക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനെ കൂടുതൽ ഇട്ടോണം കേട്ടോ. ഞാൻ ഇവിടെ എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ല വലിയ മുട്ടയാണ്. ഇതെല്ലാം നമുക്ക് വറക്കിയിടാം. ഇപ്പം മീൻമുട്ട ഫില്ലായി ഉണ്ടോ. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഒന്ന് ഇതൊന്ന് വേവട്ടെ. ഒരു വശം വെന്തിട്ട് നമുക്ക് തിരിച്ചിടാം. ഓക്കെ, ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ രൂപത്തിലായി കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം തിരിച്ചിടാം കേട്ടോ. നമ്മളെ തിരിച്ചിട്ട് ഞാൻ അപ്പം ആ മുളക് പൊടി എല്ലാം അത് അബ്സോർബ് ചെയ്ത് ഞാൻ അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് 1 സ്പൂൺ മുളക് പൊടിയുടെ ആഡ് ചെയ്ത് ചെയ്യുവാണ് കേട്ടോ. ഒരു വശത്തെ എല്ലാം അത് അബ്സോർബ് ചെയ്യുന്നു, വലിയ മുട്ടയുണ്ടേ. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഈ വശം കൂടെ ഒന്ന് ശരിയാവട്ടെ. ഐഡിയേഴ്സ്. അപ്പം നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കായി. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ. ഒറ്റ ടേബിൾ ഞാൻ ആഡ് ചെയ്തൊക്കെ പറയുന്നുണ്ട്, മറന്നു ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇളക്കി ഉപ്പേരിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പുളിയും ഇപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണ വേണം കൂട്ടാൻ കേട്ടോ. അപ്പോൾ എരിവനുസരിച്ച് ഇനി പച്ചമുളകോ
ഒക്കെ ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള മുളകും എല്ലാം സ്പൈസി ഇനി ഒന്നുകൂടെ ഒന്ന് തട്ടിയെടുക്കാം. തീ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മുളക് പൊടി വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വിധം വെച്ചാൽ, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ വലിയ മീൻമുട്ടയാണ്ട് ഇച്ചിരി പുളിയൊക്കെ ചേർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.